ഇന്ന് ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉള്ളൊഴുക്ക് സിനിമ. കാരണം ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ തിയേറ്ററിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വേറെ ഇതിലൊന്നും നമ്മൾ കണ്ടില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരും ഇതിൻ്റെ റിവ്യൂ ഇട്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ വാട്സപ്പ് എല്ലാത്തിലും സിനിമയെ പറ്റി നല്ല റിവ്യൂ ഇട്ടേക്കും, സ്റ്റാറ്റസ് ഇട്ടേക്കണം കുറേ ആൾക്കാർ സിനിമ. അപ്പം ഞാൻ വിചാരിച്ചത് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ പെരുമ്പാവൂർ ഈവൻ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു. എന്താ പറയുക, നല്ല കിടിലൻ സിനിമ. നമ്മൾ സിനിമകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതാണ് നമ്മൾ പിടിച്ചിരുത്തി കാണിക്കുമെന്ന് പറയൂലേ, അത് തന്നെയാണ് സിനിമ. നല്ല കഥ, നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, എന്താ പറയുക, അതിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മനസ്സിൽ ഭയങ്കര ഒരു പെയിൻ, അതായത് എന്താ പറയുക, നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ പാർവതി, ഉർവശി, ഇവർ രണ്ടുപേരും ഒരു രക്ഷയില്ലാത്ത അഭിനയം. ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു നാച്ചുറൽ, അതായത് എന്താ പറയണ, നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ അഭിനയിക്കുമ്പോൾ കണ്ണുകളിലൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ പോലെയൊക്കെ നമുക്ക് തോന്നണം. ശരിക്കും റിയൽ സാധനത്തിൽ നമ്മൾ അതിലിരുന്ന് ഒരു ഫീൽ ചെയ്യുന്നൊരു ഇതാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ പാർവതി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കുട്ടനാടിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. ഒരു ഫാമിലി സിനിമയാണ്. അതിൽ പിന്നെ അലൻസിയാർ, അതുപോലെ തന്നെ അർജുൻ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേര്, അർജുൻ രാധാകൃഷ്ണൻ, അലൻസിയാർ, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റോ ടോമിയാണ്. ക്രിസ്റ്റോ ടോമി പുള്ളിയുടെ ഒക്കെ നല്ലൊരു ബ്രില്യൻസ് തന്നെ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ സിനിമകളൊക്കെ നമ്മൾ മലയാളത്തിൽ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ, വേറെ ഭാഷയിലൊന്നും ഇങ്ങനത്തെ സിനിമകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് നിങ്ങൾ സിനിമ കാണാം.